ഞാൻ പൊതുവെ കേരള പൊളിറ്റിക്സിനെ പറ്റി അഭിപ്രായമൊന്നും പറയാറില്ല. ഒട്ടും പറയാറില്ല എന്നല്ല, വല്ലപ്പോഴും പറയും. എന്നാലും വളരെ കുറവാണ്. അതിന് കാരണം എൻ്റെ നോട്ടത്തിൽ കേരള പൊളിറ്റിക്സ് വളരെ ആഴം കുറഞ്ഞ ചില്ലറ കാര്യങ്ങളിൽ അഭിരമിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ്. അത് പാർട്ടി ഏതാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. എല്ലാ പാർട്ടികളും ഒക്കെ ഒരു പ്രത്യേക നിലവാരത്തിന് താഴെ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. അത് അവരുടെ കുറ്റമൊന്നുമല്ല. കേരളം അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള സ്ഥലം. കേരളം നമ്പർ 1 ആണ് എന്നുള്ള അവകാശവാദത്തിലൊന്നും ഞാൻ എതിർക്കാനുമില്ല. കാരണം അത് വളരെ സില്ലി ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഇന്നിപ്പോൾ ഞാൻ സംസാരിക്കാമെന്ന് വിചാരിച്ചത് കേരളത്തിൽ ഒരു രാഷ്ട്രീയ ധാർമ്മികതയുടെ പ്രശ്നം വീണ്ടും പൊങ്ങി വന്നിരിക്കുന്നു. അതായത് വിവാഹബാഹ്യമായ ബന്ധം ഒരു മന്ത്രിക്കുണ്ടായി എന്ന് അദ്ദേഹത്തിൻ്റെ രണ്ടാം ഭാര്യ തന്നെ ആരോപിക്കുന്നു. അതേ ചൊല്ലി കശപിശയുണ്ടായി, പോലീസിൽ പരാതി കൊടുത്തു, പോലീസ് ഒന്നും ചെയ്തില്ല. ഇങ്ങനെയൊക്കെ പോകുന്നു പരാതി. ഇതേ പരാതി ഇദ്ദേഹത്തിനെ പറ്റി ഇദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യ 10-12 വർഷം മുമ്പ് ഉന്നയിച്ചിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ രാജിയിൽ കലാശിച്ചു. ഇങ്ങനെയൊക്കെയായി. അപ്പോൾ ഞാനിത് കേട്ടപ്പോഴും അത് അതിൻ്റെ പാട്ടിന് പൊക്കോട്ടെ എന്ന് വിചാരിച്ചു. എന്നാൽ പിന്നെ സംസാരിക്കണം എന്ന് എനിക്ക് തോന്നാൻ കാര്യം, ഈ മന്ത്രി ഗണേഷ് കുമാറാണല്ലോ ഇതിൽ കഥാപാത്രം. ഗണേഷ് കുമാർ പറഞ്ഞു ജവഹർലാൽ നെഹ്റുവിന് ഇതുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെയും കുറെ പേരുകൾ അദ്ദേഹം പറയുന്നുണ്ട്. ഈ ജവഹർലാൽ നെഹ്റു എൻ്റെ മനസ്സിൽ ഉടക്കി. ഗാന്ധിയെ ആൾക്കാർ വെറുതെ വിടുന്നില്ല, പിന്നെയാണോ എന്നെ? ഗാന്ധിയെ ഞാൻ വിടുന്നു. കാരണം ഗാന്ധി ഈ ഗണേഷ് കുമാർ ചെയ്ത കുറ്റം ചെയ്തു എന്ന് ആരും ആരോപിച്ച് കേട്ടിട്ടില്ല. പക്ഷെ നെഹ്റു അങ്ങനെയല്ല. നെഹ്റു ഒരു ഗണേഷ് കുമാർ ആയിരുന്നു, അഥവാ ഗണേഷ് കുമാർ ഒരു നെഹ്റുവാണ്. അത് ശരിയുമാണ്. ആകെ ഇതിൽ വന്ന വ്യത്യാസം, നെഹ്റുവിൻ്റെ ഭാര്യ കമല നെഹ്റുവിന് അക്കാര്യത്തിൽ പരാതിയൊന്നും ഉണ്ടായിരുന്നതായി അറിവില്ല. അന്നത്തെ കാലമല്ലേ. കമല നെഹ്റുവിന് ജവഹർലാൽ നെഹ്റുവിനെ പറ്റിയൊരു പരാതി പറയാൻ പറ്റുമോ, സങ്കല്പിക്കാൻ പറ്റുമോ? അതായിരുന്നു അന്നത്തെ കാലം. അപ്പോൾ ആ സ്ത്രീ ഒരുപക്ഷെ എല്ലാം സഹിച്ച് വിഴുങ്ങി മിണ്ടാതിരുന്ന് കാണും, അല്ലെങ്കിൽ വളരെ വേണ്ടപ്പെട്ടവരോട് പറഞ്ഞ് കരഞ്ഞു കാണും. ഒരു ഇന്ത്യൻ വീട്ടമ്മയല്ലേ. അവരുടെ ഭർത്താവ് ജവഹർലാൽ നെഹ്റു ആയാലും എന്താ, വഴിവിട്ട് പോയി കഴിയുമ്പോൾ ആർക്കായാലും അസാമാന്യമായ അപമാനം, ദുഃഖം ഇതൊക്കെ തോന്നും. കമലാ നെഹ്റുവിന് തോന്നിക്കാണും. പക്ഷെ അന്ന് പോലീസിൽ പോകാനൊന്നും വകുപ്പില്ല. പിന്നീടാണ് നമ്മളുടെ വളരെ താമസിച്ച് മാത്രമാണ് ഭാരതീയ ന്യായ സംഹിതയിൽ അല്ലെങ്കിൽ IPCയിൽ ഇത്തരം വകുപ്പുകളൊക്കെ വരുന്നത്. ഗാർഹിക പീഡനം, പിന്നെ ബലാത്സംഗത്തിൻ്റെ പലവിധ വിശദീകരണങ്ങൾ. ബലാത്സംഗ കേസ് നെഹ്റുവിൻ്റെ കാലത്ത് തന്നെയുണ്ട്. പക്ഷേ അത് ബലം പ്രയോഗിച്ചുള്ള തീർത്തും ഫിസിക്കലായിട്ടുള്ള ഫോഴ്സ്ഫുള്ളായിട്ടുള്ള ഒരു റിലേഷനാണ് എന്ന് തെളിയിച്ചാൽ മാത്രമേ ബലാത്സംഗ കേസ് നിലനിൽക്കുകയുള്ളൂ. അല്ലാതെ ഇപ്പോഴത്തെ പോലെ തൊട്ടു, പിന്നാലെ നടന്നു, നോക്കി, ചെറഞ്ഞു എന്നൊക്കെ പറഞ്ഞൊന്നും കേസിന് പോകാൻ അന്ന് പറ്റുമായിരുന്നില്ല. പറ്റുമായിരുന്നെങ്കിൽ പോലും കമലാ നെഹ്റു പോകുമായിരുന്നില്ല. അങ്ങനെ പോകുന്ന ഒരു ഏർപ്പാട് സ്ത്രീകൾക്കുണ്ടായിരുന്നില്ല. അതൊക്കെ ഇപ്പോൾ വളരെ അടുത്ത കാലത്ത് തുടങ്ങിയതാണ്. എൻ്റെയൊക്കെ തലമുറയിൽ പോലും ഒരു പെൺകുട്ടിയെ വഴിയിൽ പൂവാലന്മാർ ശല്യം ചെയ്തു കഴിഞ്ഞാൽ നിശബ്ദയായിട്ട് സഹിക്കുകയല്ലാതെ ആ പെൺകുച്ചിന് വേറെ മാർഗമൊന്നുമില്ല. അല്ലെങ്കിൽ തിരിഞ്ഞു നിന്ന് അയാളെ തല്ലുക. പക്ഷെ അപ്പം പോലും പെൺകുട്ടിയാണ് എല്ലാവരും കുറ്റം പറയുക. അതുകൊണ്ട് പെൺകുട്ടികൾ അതിനൊന്നും പോവില്ല. ഒറ്റയ്ക്ക് ഇരുന്ന് കരയും, അല്ലെങ്കിൽ അമ്മയോട് പറഞ്ഞ് കരയും, നീ അതിലെ പോകണ്ട. അച്ഛൻ പറയും, ഒരു കാര്യം ചെയ്യും, ഞാൻ വരാൻ ദിവസവും നിന്നെ ബസ് സ്റ്റോപ്പ് വരെ ആക്കാം, പിന്നെ ബസ് സ്റ്റോപ്പിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരാം. ഇങ്ങനെ അച്ഛന്മാർ കൂട്ടിക്കൊണ്ടുവന്നുകൊണ്ടിരുന്നു പെൺകുട്ടികളെ. ഇതൊക്കെയായിരുന്നു സമ്പ്രദായം. ഇപ്പം അതൊക്കെ പോയി പെൺകുട്ടികൾ തന്നെ നടക്കുന്നു. പെണ്ണും ആണും തമ്മിൽ തിരിച്ചറിയാൻ മേലാത്ത രീതിയിൽ കെട്ടിമറിഞ്ഞ് പണ്ടാറടങ്ങിയൊക്കെ പോകുന്നു. ഒക്കെ ഞാൻ കാണുന്നൊക്കെ ഉണ്ട്. എന്ത് ചെയ്യാനാണ്? എൻ്റെ കാലം കഴിഞ്ഞു, പുതിയ തലമുറ വന്നിരിക്കുന്നു, പുതിയ രീതിയിൽ അവർ പെരുമാറുന്നു. അപ്പം അതുകൊണ്ട് പണ്ട് കാലത്ത് കേസുണ്ടായില്ല എന്ന് വിചാരിച്ചിട്ട് ജവഹർലാൽ നെഹ്റു മഹാനാകുന്നുണ്ടോ? ആകുന്നുണ്ട് എന്നായിരിക്കും ഗണേഷ് കുമാറിന് തോന്നുന്നത്. ഏതായാലും ഒരു കാര്യം, ഗണേഷ് കുമാർ കാരണം ജവഹർലാൽ നെഹ്റുവിൻ്റെ സ്വകാര്യ ജീവിതം ചർച്ച ചെയ്യപ്പെടും എന്ന് എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ വലിയ വലിയ ബിംബങ്ങൾ ഒക്കെ ടോർച്ചടിച്ച് നമ്മൾ വളരെ ക്ലോസ് ആയിട്ട് നോക്കേണ്ട
സമയം അതിക്രമിച്ചിരിക്കുന്നു. ജവഹർലാൽ നെഹ്റു ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത ആളാണ്. മരിക്കുന്നതുവരെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്നു. പക്ഷേ അദ്ദേഹത്തിനും ഇതുപോലെയുള്ള ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് പിന്നെയും പിന്നെയും വോട്ട് കിട്ടിക്കൊണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് വോട്ട് കിട്ടിക്കൊണ്ടിരുന്നു. വോട്ട് കിട്ടുന്നത് വേറൊരു സ്കില്ലാണ്. അപ്പോൾ ഗണേഷ് കുമാർ പറയുന്നത് എന്നെ പത്തനാപുരത്തെ ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നു. അപവാദങ്ങൾ വരുംതോറും എൻ്റെ ഭൂരിപക്ഷം കൂടിക്കൂടി വരുന്നു. ആഹാ, അതുകൊണ്ട് ഈ അപവാദങ്ങളൊക്കെ നല്ല കാര്യമാണെന്നാണ് ഗണേഷ് കുമാർ ധരിക്കുന്നത്. ഒട്ടുമല്ല. ആളുകൾ വോട്ട് ചെയ്യുന്നത് മറ്റ് ചില ഫാക്ടേഴ്സ് വെച്ചിട്ടാണ്. പലപ്പോഴും ഇങ്ങനെയൊക്കെ അപവാദങ്ങൾ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ തോറ്റു പോകാറുണ്ട്. കുഞ്ഞാലിക്കുട്ടിയെ പറ്റി അപവാദം വന്നു കഴിഞ്ഞപ്പോൾ കുഞ്ഞാലിക്കുട്ടി തോറ്റുപോയി. 5 കൊല്ലം കുഞ്ഞാലിക്കുട്ടി നിയമസഭയിൽ കയറാൻ പറ്റാതെ നിന്നു. 5-ാം കൊല്ലം വീണ്ടും തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും കുഞ്ഞാലിക്കുട്ടി ജയിച്ചു. 24,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. അതാണ് കുഞ്ഞാലിക്കുട്ടി. പിണറായി വിജയൻ്റെ ധാർമ്മികതയാണെങ്കിൽ ഈ മന്ത്രി AK ശശീന്ദ്രൻ്റെ ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നപ്പോൾ ടപ്പെന്ന് പറഞ്ഞ് ശശീന്ദ്രനെ കൊണ്ട് രാജിവെപ്പിച്ചു. ശശീന്ദ്രന് അക്ഷരം മിണ്ടിയില്ല. ആ ഓഡിയോ ക്ലിപ്പ് ശശീന്ദ്രൻ്റെ ആണെന്നോ അല്ലെന്നോ ശശീന്ദ്രൻ പറഞ്ഞില്ല. പക്ഷെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഒന്നും മിണ്ടാതെ ശശീന്ദ്രനെ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്ത് മന്ത്രിയാക്കി. ഞാൻ മാത്രം മെഴുകുന്ന നോക്കിക്കൊണ്ടിരുന്നു. ആരും ഒന്നും ചോദിക്കുന്നില്ല. അല്ല, ഇയാളെ ഒരു അധാർമിക പ്രവൃത്തിക്ക് പുറത്താക്കിയതാണല്ലോ. അതിൻ്റെ പരിഹാരമോ സംഗതിയോ വല്ലതും ഉണ്ടായോ? എന്താ സംഭവിച്ചത്? ഇപ്പം ദേ ഇയാൾ തിരിച്ച് മന്ത്രിയായിരിക്കുന്നു. അതെന്താ കാര്യം? ആർക്കും അറിയില്ല, ആരും ചോദിച്ചുമില്ല. അങ്ങനെ പിണറായി വിജയൻ ഓരോ സമയത്ത് ഓരോ ധാർമ്മികത എടുത്ത് വീശിക്കൊണ്ടിരുന്നു. നിയമദൃഷ്ടിയാ നോക്കിക്കഴിഞ്ഞാൽ ശശീന്ദ്രൻ രാജിവെക്കേണ്ട കാര്യമില്ല, ഇപ്പം ഗണേഷ് കുമാറും രാജിവെക്കേണ്ട കാര്യമില്ല. പക്ഷേ ഗണേഷ് കുമാറിൻ്റെ പേരിൽ ശരിക്കും കേസെടുക്കേണ്ടതാണ്. പോലീസ് റിട്ടൺ കംപ്ലൈൻറ്റ് കിട്ടിയില്ല എന്നൊക്കെ പറയുന്നത് ഫണ്ടമെൻ്റലി ഇറ്റ് ഈസ് റോങ്. കാരണം ഇതിൻ്റെ വകുപ്പിൽ എഴുതിയിരിക്കുന്നത് നിങ്ങളുടെ മുമ്പിൽ സ്റ്റേഷനിൽ ഒരു പരാതി ആരെങ്കിലും പറയുകയോ നിങ്ങൾ പോയി ആരുടെയെങ്കിലും പരാതി കേൾക്കുകയോ ചെയ്താൽ ഇറ്റ് ഷാൽ ബി റെഡ്യൂസ് ടു റൈറ്റിംഗ്. പോലീസുകാരാണ് നിങ്ങൾ വാക്കുകൊണ്ട് പറയുന്ന പരാതി എഴുതിയെടുക്കേണ്ടത്. അത് പോലീസുകാരൻ്റെ ജോലിയാണ്. നമ്മൾ എഴുതി പരാതി കൊടുത്ത് പോലീസുകാരെ അങ്ങ് ശീലിപ്പിച്ചു. ഇപ്പോഴും പഴയ പോലീസുകാർക്കൊക്കെ അറിയാം, നിങ്ങൾ സ്റ്റേഷനിൽ പോയി പരാതി പറഞ്ഞു, അയാൾ എഴുതിയെടുക്കും, എന്നിട്ട് നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കും. ഇതാണല്ലോ പരാതി. കാരണം ഈ പരാതിക്കാരൻ പരാതി എഴുതി കഴിഞ്ഞാൽ പലപ്പോഴും പരാതിക്ക് ഒരു കാമ്പുണ്ടാവില്ല. ഇയാളുടെ സങ്കടമാണ് എഴുതുന്നത്. സങ്കട നിവൃത്തി വരുത്തി തരണം എന്നാണ് അവസാനത്തെ പ്രാർത്ഥന ഇത്തരം പരാതികൾ. ഇയാൾ ഈ സങ്കടം എഴുതും, കാര്യം എന്താണെന്ന് എഴുതില്ല. ഇങ്ങനെയൊക്കെ സംഭവിക്കും. അതുകൊണ്ട് പോലീസുകാരൻ ക്രോസ് വെരിഫിക്കേഷൻ ചെയ്ത് ഇയാളുടെ നിന്ന് കുറ്റം എന്താണെന്ന് മനസ്സിലാക്കി, പരാതി എന്താണെന്ന് മനസ്സിലാക്കി, അത് ഇറ്റ് ഷാൽ ബി റെഡ്യൂസ് ടു റൈറ്റിംഗ്. അപ്പം അത് പോലീസിൻ്റെ ഡ്യൂട്ടിയാണ്. പോലീസ് അത് ചെയ്തിട്ടില്ല. ഗണേഷ് കുമാർ വെറുതെ ഒരു BJP ഫാക്ടർ കൊണ്ടുവന്നു. കാരണം ഗണേഷ് കുമാറിൻ്റെ ഇപ്പോഴത്തെ ഭാര്യ ബിന്ദു മേനോൻ, അവരുടെ ഒരു ബന്ധുവാണ് ശ്രീലേഖ IPS. സ്വാഭാവികമായിട്ട് ശ്രീലേഖ ചേച്ചി ഇങ്ങനെയൊക്കെ ചെയ്തു, അത് ചെയ്തു, അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ ശാന്തമായിട്ട് പറഞ്ഞു, അതെ നീ ഒരു കാര്യം ചെയ്യും, 112-ൽ വിളിച്ചു പറ. 112 സ്ത്രീകൾക്കുള്ള പ്രത്യേക ഹെൽപ്പ് ലൈൻ. അതിൽ വിളിച്ചു. ആ പോലീസുകാർ വന്നു, അവരെ അകത്ത് കയറ്റിയില്ല എന്ന് പറയുന്നു ഇയാളുടെ പേഴ്സണൽ സ്റ്റാഫ് ഗണേഷ് കുമാറിൻ്റെ. അങ്ങനെ ചെയ്തില്ലെങ്കിൽ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിന് വളരെ ഗുരുതരമായ വകുപ്പാണ്. അതിട്ട് ആ പേഴ്സണൽ സ്റ്റാഫിനെയും അറസ്റ്റ് ചെയ്യേണ്ടതാണ്. ഇവരുടെ മൊബൈൽ ഫോൺ തട്ടിയെടുക്കാൻ ശ്രമിച്ചതിന് അതിനും അറസ്റ്റ് ചെയ്യേണ്ടതാണ്. ഇതൊക്കെ ചിലതൊക്കെ സ്റ്റേഷൻ ജാമ്യം കൊടുത്ത് വിടാവുന്ന വകുപ്പായിരിക്കും, ചിലതിന് സ്റ്റേഷൻ ജാമ്യം കിട്ടുകയില്ല, മജിസ്ട്രേറ്റിൻ്റെ അടുത്തായിരിക്കും. പോലീസിനെ അകത്തേക്ക് കയറ്റി വിട്ടില്ല എന്ന് പറയുന്നത് പോലീസിൻ്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ വകുപ്പ് തന്നെയാണ്. അതിന് ജാമ്യം കിട്ടുകയില്ല. അത് മജിസ്ട്രേറ്റിന് മുമ്പിൽ പോയാലും ജാമ്യം കിട്ടുള്ളൂ. ഇങ്ങനെയൊക്കെ ചെയ്യാവുന്നൊരു കാര്യം പോലീസ് ചെയ്യുന്നില്ലെങ്കിൽ അത് പിണറായി വിജയൻ്റെ ഇടപെടലാണ്. ഞാനൊരു 3 മാസം വരെ എൻ്റെ മനസ്സിൽ പിണറായി വിജയന് ഒരു 3-ാം വരവ് ഉണ്ടാകും എന്ന് വരെ വിചാരിച്ചിരുന്നു. ഉള്ള കാര്യം തുറന്നു പറയാറില്ല. ഇങ്ങനെ വിചാരിക്കാൻ കാര്യം എന്താ? എനിക്ക് എൻ്റെതായ ചില കാര്യങ്ങൾ, അത് തെറ്റാണെന്ന് ശരിയാണെന്നൊക്കെ നമുക്ക് തർക്കിക്കാം. ബട്ട് എൻ്റെ കൺക്ലൂഷൻ അതായിരുന്നു, ഇയാൾ 3-ാമത് വന്നു കളയും. ഇതായിരുന്നു എൻ്റെ ഒരു തോന്നൽ.
ബട്ട് അതിലൊരു ടേണിംഗ് പോയിന്റ് ഉണ്ടായി. എവിടെ വെച്ചാണെന്ന് അറിയാമോ? ഈ മോഹൻലാലുമായിട്ട് പിണറായി വിജയൻ്റെ ഒരു സിനിമ ഇറങ്ങിയില്ല. ആ സിനിമ അവിടെ ഇവിടെയൊക്കെ കുറച്ച് ഞാൻ കണ്ടുള്ളൂ. പക്ഷേ അത് കണ്ടപ്പോൾ എനിക്ക് ഉള്ളിൽ തോന്നി, ഇത് ശരിയല്ലല്ലോ, ഇത് വീഴ്ചയുടെ, പരാജയത്തിൻ്റെ ഒരു ലക്ഷണമാണല്ലോ എന്ന് തോന്നി. എന്നാൽ ആ സിനിമ വെച്ചിട്ട് നമുക്ക് എന്താ അതിനകത്ത് കുഴപ്പം എന്ന് വെച്ചാൽ, കുഴപ്പം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ അതൊരു നാശത്തിൻ്റെ തുടക്കമാണ് എന്ന് എനിക്ക് തോന്നി. ഈ തോന്നൽ നിങ്ങൾക്കും എല്ലാം ഉണ്ടാകും. ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്നത് അന്തർവേദനം. ഇപ്പോൾ നമുക്കൊരു ഫോൺ വരുന്നു, ചിറക്കലെ വല്യമ്മയ്ക്ക് വളരെ സീരിയസ് ആണ് കേട്ടോ എന്ന് ഫോൺ വരുന്നു. ഉടനെ നമ്മുടെ മനസ്സിൽ ചിറക്കലെ വല്യമ്മ മരിച്ചു പോയതായിട്ട് തോന്നുന്നു. ഇതിനെയാണ് അന്തർവേദനം എന്ന് പറയുന്നത്. നമ്മൾ വണ്ടിയെടുത്ത് ഓടിപ്പാഞ്ഞ് അവിടെ ചെന്ന് കഴിയുമ്പോൾ ചിറക്കലെ വല്യമ്മ മരിച്ചിരിക്കും. ഇതെല്ലാവർക്കും ഉള്ള അന്തർവേദനം, എല്ലാവർക്കും ഉള്ള കഴിവാണ്. നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ടാണ് നമ്മൾ അന്തർവേദനത്തെ നശിപ്പിച്ച് എടുക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് സ്വമേധയെ നമുക്കുള്ളിൽ മനസ്സാക്ഷി എന്നൊക്കെ പറയും. അതിന് വിരുദ്ധമായിട്ട് നമ്മൾ ചെയ്യുന്നത് നമുക്ക് വിദ്യാഭ്യാസം കിട്ടിയതുകൊണ്ടാണ്. അതിനെ അഭ്യാസം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. മനുഷ്യൻ്റെ സഹജമായ വിവരത്തെ, മനസ്സാക്ഷിയെ മറച്ചു വെച്ച് അവനെ കാപടികനാക്കി മാറ്റുന്ന സമ്പ്രദായമാണ് നമ്മുടെ വിദ്യാഭ്യാസം. പോട്ടെ, അത് വേറൊരു വിഷയം. അപ്പോൾ അങ്ങനെ ഈ മോഹൻലാലുമായിട്ടുള്ള സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ അന്തർവേദനം കൊണ്ട് അതെന്നെ ഉപദേശിച്ചു, മോഹൻദാസെ ഇത് വീഴ്ചയുടെ തുടക്കമാണ്. അടുത്തത് പിന്നെ ഞാൻ ശ്രദ്ധിച്ചത്, ഈ വേടൻ എന്ന കഥാപാത്രത്തെ കൊണ്ട് ഒരു പാട്ട്, അതിൽ ഒരുപാട് പേര് എന്തൊക്കെയോ ഡാൻസ് പോലെയൊക്കെ കാണിക്കുന്നു. കൃത്യമായിട്ട് കാര്യമൊന്നും മനസ്സിലാകുന്നില്ല. വരുന്ന ഞങ്ങൾ പോകുന്ന ഞങ്ങളുടെ ലോകമേ നന്മയെ എന്നൊക്കെ പറഞ്ഞ എന്തൊക്കെയോ വരികളൊക്കെയുണ്ട്. 2 തവണ ഞാനിത് കണ്ടു ക്ഷമയോടെ ഇരുന്ന്. വരികൾ എനിക്ക് പിടിച്ചെടുക്കാൻ പറ്റിയില്ല. എന്തുവാകട്ടെ, വേടനാണ് അതിനകത്തെ ഹീറോ. അപ്പോഴും എൻ്റെ ഉള്ളിൽ ഇതുപോലെ ക്ലിങ് ഒരു ബെല്ലടിച്ചു. വേടനാര? വേടൻ ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം വാങ്ങി നടക്കുന്ന ആളാണ്. ഒരു സംസ്ഥാനത്തിൻ്റെ അംബാസിഡറായിട്ട് അവതരിപ്പിക്കുന്ന ആള് ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യത്തിൽ നിൽക്കുന്ന ആളാണ്. നാളെ അയാൾ നിഷ്കളങ്കനാണെന്ന് കോടതി വിധിക്കുമായിരിക്കില്ലേ? വിധിക്കുമായിരിക്കും. പക്ഷെ അതുവരെ അയാൾ നിഷ്കളങ്കനെന്നല്ലേ നിയമത്തിൽ? അതെ, നിയമത്തിൽ അങ്ങനെയാണ്. ഇന്നസെന്റ് ടിൽ പ്രൂവൺ ഗിൽറ്റി എന്ന് പറയും. പക്ഷേ അവിടെ ഒരു ധാർമ്മികതയില്ലേ? അതിജീവിതയ്ക്കൊപ്പം, ഇതാണല്ലോ പിണറായി വിജയൻ്റെ നമ്പർ. അങ്ങേർ പിണറായി വിജയനല്ല, അങ്ങേരുടെ കൂടെയുള്ളവരും കേരളം മൊത്തം ഇപ്പം അവൾക്കൊപ്പമാണ്. അവനൊപ്പം ആരുമില്ല. അവൻ വഴിയാതായിട്ട് വെള്ളത്തിൽ വീണ് കൈ കാലുവിട്ട് അടിക്കുന്നു. അവനൊപ്പമില്ല, അവൾക്കൊപ്പം. ഓ ശരി, അവൾക്കൊപ്പം. ഈ വേടൻ്റെ കാര്യം വന്നപ്പോൾ അവൾക്കൊപ്പം ആരും ഇല്ലാത്തതെന്താ? അവനൊപ്പം പോകുന്നുണ്ട്, അവനെ അംബാസഡർ ആക്കുന്നത് എന്താ? ഇതിനൊക്കെ പ്രകൃതിയുടെ ഒരു തിരിച്ചടി ഉണ്ടാകില്ല. പ്രകൃതി എത്ര കണ്ട് ക്ഷമിക്കും? 70 വട്ടം ക്ഷമിക്കണം എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് 71 ആയി കഴിയുമ്പോൾ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? 100 തവണ ശിശുപാലനോട് ശ്രീകൃഷ്ണൻ ക്ഷമിച്ചു. 101ാമത്തെ തവണ ആയി കഴിഞ്ഞപ്പോൾ ശ്രീകൃഷ്ണന് പിന്നെ ക്ഷമിക്കാൻ പറ്റിയില്ല. ഇത് പിണറായി വിജയൻ 101ഉം 110ഉം കടന്ന് അങ്ങനെ വിജയകരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഒരു അപകടകരമായ പോക്കാണ്. ഞാനിതിൻ്റെ ധാർമ്മിക വശത്തെപ്പറ്റി ഇപ്പോഴും പറയുന്നില്ല കേട്ടോ. ഒരു പെണ്ണ് കേസിൽപ്പെട്ട മന്ത്രി രാജിവെക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ആ മന്ത്രിയും മുഖ്യമന്ത്രിയൊക്കെയാണ്. രാജിവെച്ച സംഭവമുണ്ട്, രാജിവെക്കാത്ത സംഭവമുണ്ട്, രാജിവെപ്പിച്ച സംഭവമുണ്ട്, രാജിവെപ്പിക്കാത്ത സംഭവമുണ്ട്. ഇന്ത്യൻ പൊളിറ്റിക്സിൽ നിങ്ങൾക്ക് ഇതിനെല്ലാം ഉദാഹരണങ്ങൾ കണ്ടുപിടിക്കാം. അത് നേരം വെളുക്കെ തർക്കിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ ഇയാൾ ചെയ്തതോ അയാൾ ചെയ്തതോ, അപ്പം ചെയ്തില്ലല്ലോ ഇപ്പം ചെയ്തല്ലോ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഇങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കാം. കാരണം ധാർമ്മികത അങ്ങനെയാണ്, ഓരോരുത്തർക്ക് ഓരോന്നാണ്. അതുകൊണ്ട് ധാർമ്മികത എവിടെ നിൽക്കട്ടെ, പക്ഷെ നിയമം, നിലവിലുള്ള നിയമം അത് പ്രാവർത്തികമാക്കിയേ പറ്റുള്ളൂ. അതിൽ ഗുരുതരമായ വീഴ്ച പിണറായി വിജയന് സംഭവിച്ചിരിക്കുന്നു. ഇത് തന്നെ നോക്കുക, നമ്മുടെ ആ രാഹുൽ മാങ്കൂട്ടത്തിൽ, അയാൾക്കെതിരെയുള്ള പരാതി കാനഡയിൽ നിന്നോ മറ്റോ ഇമെയിലായിട്ട് മുഖ്യമന്ത്രിക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഇട്ടപ്പോതിനെന്ന് പറഞ്ഞിട്ട് ഒട്ടനെ FIR ഇടുന്നു, പിടിക്കടാവനെന്ന്. അയാളുടെ 3ാമത്തെ കേസ് മറ്റാണ്. ഓടിച്ചിട്ട് പിടിക്കുന്നു, അറസ്റ്റ് ചെയ്യുന്നു.
ആ സ്പീഡിൻ്റെ 10-1 സ്പീഡ് ഇതിൽ കാണണ്ടേ. പി.ടി. കുഞ്ഞു മുഹമ്മദ് വലിയ സംവിധായകനും സിനിമാക്കാരനും ഒക്കെയാണ്. അദ്ദേഹത്തെ പറ്റി ഒരു പരാതി വന്നു കഴിഞ്ഞപ്പോൾ 8 ദിവസം കഴിഞ്ഞ് ആ സ്ത്രീ ടി വിക്കാരെ അറിയിച്ചു കഴിഞ്ഞപ്പോഴാണ് സംഭവം അനങ്ങിയത്. അല്ലെങ്കിൽ അത് അനങ്ങില്ല. പിണറായി വിജയൻ സ്വന്തക്കാരുടെ കാര്യമാണെങ്കിൽ അങ്ങേര് അനങ്ങില്ല. മറ്റു വല്ലവരും ആണെങ്കിൽ FIR-ന്റെ ബുക്കുമായിട്ട് പോലീസ് പിന്നാലെ ഓടും. അവിടെ നിൽക്കടോ, തന്നെ ചൊല്ലി ഒരു FIR ഉണ്ട് എന്ന് പറഞ്ഞു. സാധാരണക്കാരനാണെങ്കിൽ ഇത് രണ്ടുമില്ല. പണ്ട് എൻ്റെ ഒരു കൂട്ടുകാരൻ കോഴിക്കോട് REC-യിൽ പഠിക്കുന്നു. ഇന്നതിൻ്റെ പേര് NIT എന്നാണ്. പണ്ട് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജ് എന്നായിരുന്നു എൻ്റെ പേര്. അപ്പോൾ അവിടെ പഠിക്കുന്നു, ഹോസ്റ്റലിൽ താമസിക്കുന്നു. ഒരു വാച്ച് കാണാതെ പോയി ഇവൻ്റെ. അപ്പോൾ എല്ലാവരും കൂടെ കൂടി അത് ശരിയല്ല, അത് കണ്ടുപിടിക്കണം, ആരോ മോഷ്ടിച്ചതായിരിക്കും. ഉത്തമ പൗരന്മാർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി പറയണം. ശരി, 2 പേര് പോലീസ് സ്റ്റേഷനിൽ പോയി. പോലീസ് സ്റ്റേഷനിൽ പോയി എന്താ, ഒരു വാച്ച് കാണാതെ പോയി. എവിടെ പോയി? അത് അറിഞ്ഞുകൂടാ. ഇപ്പം ഞങ്ങളെ അന്വേഷിച്ച് തരണം, മനുഷ്യനെ മെനക്കെടുത്താൻ. ഇവർ പേടിച്ചു പോയി. പുറകെ നിൽക്കുന്നവൻ ഇവൻ്റെ ഷർട്ടിൽ പിടിച്ചു വലിച്ചുകൂടാ, നമുക്ക് പോവാം. മെല്ലെ ഇവർ ഒരു സ്റ്റെപ്പ് താഴെ ഇറങ്ങി. പോലീസുകാരൻ പറഞ്ഞു, അവിടെ നിൽക്കേ, പോലീസുകാരൻ വരട്ടെ, നിങ്ങളുടെ പരാതി എഴുതിയെടുത്തിട്ട് പോയാൽ മതി. എഴുതാൻ ആളില്ല സ്റ്റേഷനിൽ. അയാൾ വരുന്നത് വരെ ആ സ്റ്റെപ്പിൽ ഈ 2 പേരും കുറ്റി തറച്ച പോലെ നിന്നു. 2 മണിക്കൂർ കഴിയുമ്പോഴാണ് ആ മനുഷ്യൻ വരുന്നത്. അയാളും ഇതുപോലെ എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചു തട്ടിക്കേറി. ഇവരൊരു കണക്കിന് കാര്യം പറഞ്ഞിട്ട് അവിടെ നിന്ന് തടിയൂരി. വാച്ചും കിട്ടിയില്ല, ആരും അന്വേഷിച്ചില്ല, ഒന്നുമില്ല. ഈ അനുഭവം ഞാൻ പറയുന്നത് 70s-ലെയാണ്, 70-കളിലാണ്. ഇപ്പോഴും ഈ അനുഭവത്തിന് സാധാരണക്കാർക്ക് പോലീസ് സ്റ്റേഷനിൽ പോയാൽ ഇതൊക്കെ തന്നെയായിരിക്കും അനുഭവം. AK ആന്റണി ഒരിക്കൽ പറഞ്ഞിരുന്നു, ഒരു രാഷ്ട്രീയക്കാരൻ കൂടെ ഇല്ലാതെ എന്ന് കേരളത്തിലെ ഒരു പൗരൻ പോലീസ് സ്റ്റേഷനിൽ കയറുന്നോ അന്ന് ഞാൻ പറയാം കേരളത്തിലെ പോലീസ് നന്നായി. ഞാൻ പോലീസുകാരെ മൊത്തം ആക്ഷേപിക്കുകയൊന്നുമില്ല. ഇതിന് എക്സെപ്ഷനലി ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെയുണ്ട്. പക്ഷേ ഇത്തരം കേസുകളിൽ നിർഭാഗ്യവശാൽ ഈ ഗണേഷ് കുമാറിനെ പോലെയുള്ള കേസുകളിൽ രാഷ്ട്രീയ സ്വാധീനത്തിന് പോലീസ് വഴങ്ങുന്നു എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. ദിസ് ഇസ് നോട്ട് ഗുഡ്. ഞാൻ കേരളത്തിൻ്റെ സ്റ്റേറ്റ് പോലീസ് ചീഫ് രാമദാസ് ചന്ദ്രശേഖർ, I request him through this video, sir, please don't do this. Never ever budge to the politicians. Politicians will pressurize you, definitely. അവർ പ്രഷറൈസ് ചെയ്യും, അവരങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറയും. അങ്ങനെ നിയമവിരുദ്ധമായ ഒരു കാര്യത്തിനും അങ്ങ് കൂട്ടുനീക്കരുത്. ഡൗൺ ദ ലൈൻ എല്ലാ പോലീസുകാരോടും പറയുക, ഡോണ്ട് കം അണ്ടർ പ്രഷർ. പൊളിറ്റിക്സ് വരും, പൊളിറ്റീഷ്യൻസ് ജയിക്കും, അവർ രാജിവെക്കും, അവർ പോകും, അവർ തലകുത്തി മറിയും, ഇതൊക്കെ ചെയ്യും. But you have to take care of the law and order situation of the state. അതിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്തുകൂടാ. അത് പോലീസിൻ്റെ ഡ്യൂട്ടിയാണ്. അത് ഈ കാര്യത്തിൽ അവർ വീഴ്ച വരുത്തിയിരിക്കുന്നു. ഞാൻ കേരള പൊളിറ്റിക്സിനെ പറ്റി പറയില്ല എന്ന് വിചാരിച്ചെങ്കിലും ഇറ്റ്സ് ബേസിക്കലി എ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ. ഇതിൽ ഭാര്യ നുണ പറഞ്ഞതാണോ, ഗണേഷ് കുമാർ നുണ പറഞ്ഞതാണോ നമുക്കൊന്നും അറിയില്ല. ഭാര്യ പറയുന്നു അവരുടെ എവിഡൻസ് ഉണ്ട് എന്നൊക്കെ പറയുന്നു. ബട്ട് ഗോയിങ് ബൈ ദ ഹിസ്റ്ററി ഓഫ് ദിസ് മിനിസ്റ്റർ, ഐ ആം ഇൻക്ലൈൻ ടു ബിലീവ് ഹിസ് വൈഫ്, നോട്ട് ഹിം. ഭാര്യ പറയുന്നതാണ് സത്യമെന്ന് വിശ്വസിക്കാൻ എനിക്ക് തോന്നുന്നു. കാരണം ഗണേഷ് കുമാറിൻ്റെ പൂർവ്വകാല ചരിത്രം അതിനെ സാധൂകരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. എന്നാലും പോലീസിൻ്റെ വീഴ്ച നമുക്ക് കണ്ടില്ല എന്ന് നടിക്കാൻ സാധ്യമല്ല. പിണറായി വിജയൻ പരാജയത്തിൻ്റെ ഒരു സ്റ്റെപ്പ് കൂടെ താഴത്തേക്ക് ഇറങ്ങിയിരിക്കും. ഞാൻ പിണറായി വിജയൻ 3-ാം സ്ഥാനത്തും 3-മതും വരും എന്ന് പറയാൻ പിണറായി വിജയൻ്റെ മഹത്വം കൊണ്ടല്ല, പ്രതിപക്ഷത്തിൻ്റെ വീക്ക്നെസ് കൊണ്ടാണ്. UDF ആൻഡ് NDA പുട്ട് ടുഗദർ, ദേ ആർ വീക്ക്, ദേ ആർ സ്റ്റിൽ വീക്ക്. ഇപ്പോഴും അവർ വീക്കാണ്. പക്ഷെ അതിലും വീക്കാവാൻ പിണറായി വിജയൻ തയ്യാറായാൽ നമ്മൾ എന്ത് ചെയ്യും? ദെൻ വി ഹാവ് ടു സേ ദാറ്റ് ദ അതർ ഗ്രൂപ്പ് ഈസ് വിന്നിങ്. ആ ഒരു അവസ്ഥയിലാണ് പിണറായി വിജയൻ നിൽക്കുന്നത്. ഇന്ദ്രനും ചന്ദ്രനും പേടിയില്ലാത്ത പിണറായി വിജയന് മമ്മൂട്ടിയെ പേടിയുണ്ടെന്ന് മനസ്സിലായില്ലേ?
ആദ്യമായി ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പിണറായി വിജയൻ പരസ്യമായി ക്ഷമായാചന ചെയ്യുന്നത് ഒരു മമ്മൂട്ടിയോട്. ദുനിയ ഝുക്തി ഹെ ഝുക്കാനേ വാല ചാഹിയെ എന്ന് ഹിന്ദിയിൽ പറയാറുണ്ട്. ലോകം തലകുനിക്കും, കുനിപ്പിക്കുന്നവനും ഉണ്ടാവണം. അങ്ങനെ ലോകം കീഴടക്കിയ പിണറായി വിജയന്റെ തല കുനിപ്പിക്കാൻ ഒരു മമ്മൂട്ടിക്ക് സാധിച്ചു. ഒരു മോഹൻലാലിന് സിനിമ എടുക്കാനും സാധിച്ചു. ഞാൻ അതിനെ സിനിമ എന്ന് തന്നെ വിളിക്കുന്നത്. കാരണം അതൊരു സിനിമയാണ്. കംപ്ലീറ്റ് എഡിറ്റ് ചെയ്ത് സകലതും കൃത്രിമമാക്കിയിട്ടൊക്കെ കയറ്റിയ ഒരു സിനിമയാണ് മോഹൻലാലും പിണറായി വിജയനും കൂടെ അഭിനയിച്ചത്. എന്തുവാകട്ടെ, മമ്മൂട്ടിയുടെ മുമ്പിൽ ക്ഷമ പറയേണ്ടി വന്നു. ഇതെല്ലാം മിസ്റ്റർ പിണറായി വിജയൻ അങ്ങയുടെ പരാജയം ആരംഭിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണ്. ബാക്കി അങ്ങയുടെ ഇഷ്ടം. താങ്ക് യു.